ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കുകയാണ്. ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് തടസ്സം പാപമാണെന്ന് നാം ധ്യാനിക്കുകയാണ്. ദൈവം മനുഷ്യ നൽകിയിരിക്കുന്ന നിയമങ്ങൾ അനുസരിക്കുന്ന അനുഗ്രഹമാണെങ്കിൽ അത് ലംഘിക്കുന്നത് പാപമാണെന്ന് കർത്താവിന് വചനം പഠിപ്പിക്കുമ്പോൾ, ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ലംഘിക്കുന്ന ഒരു നിയമമാണ് കൊലപാതകം ചെയ്യരുത് എന്നുള്ള നിയമം. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവിന് വചനം പറയുന്നു, കൊല ചെയ്യരുത്, കൊലപാതകം പാപമാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ചെയ്യുന്ന ഒരു പാപമാണ് കൊലപാതകം. ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലുന്നത്, അടിച്ചു കൊല്ലുന്നത്, എറിഞ്ഞു കൊല്ലുന്നത്, തൂക്കിക്കൊല്ലുന്നത്, ഇതെല്ലാം കൊലപാതകം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കൊലപാതകമാണ് മനുഷ്യൻ അവൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നത്. അതായത് ആത്മഹത്യ കൊലപാതകത്തിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ്, കൊലപാതകം തന്നെയാണ്. കാരണം ദൈവം മനുഷ്യൻ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അവൻ നശിപ്പിക്കുമ്പോൾ, അവൻ്റെ ജീവനെ അവൻ നശിപ്പിക്കുമ്പോൾ അത് കൊലപാതകമാണ്. ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ ആത്മാവിനെ കൊല്ലുന്നത് കൊലപാതകം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ? അതിന് ശ്രമിച്ചിട്ടുണ്ടോ? ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ വ്യക്തിയാണോ നിങ്ങൾ കൊലപാതകം എന്ന പാപം ചെയ്തു കഴിഞ്ഞു. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ യാക്കോബ് ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന് ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. ഒരു മനുഷ്യൻ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന് ദൈവം അസൂയയോടെയാണ് നോക്കുന്നത്. എന്നാൽ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ നാം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊലപാതകം തന്നെയാണ്. 1 കൊരിന്ത്യസ് 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവൻ നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതായത് എൻ്റെ ജീവനെ ഞാൻ നശിപ്പിക്കുമ്പോൾ അത് എൻ്റെ നാശത്തിന് കാരണമാണ് എന്ന് കർത്താവിന് വചനം പഠിപ്പിക്കുക. കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും എൻ്റെ ജീവനെ, എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, ഞാൻ അതിനെ ശ്രമിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ കൊലപാതകം എന്ന പാപം ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ മേൽ അധികാരം ദൈവത്തിനാണ്. ദൈവം നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം നിങ്ങളിൽ നിന്ന് എടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ നാശത്തിന് വേണ്ടി, നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് അനുദപിക്കണം. ഞാൻ കൊലപാതകം എന്ന പാപം ചെയ്തു പോയി എന്ന് സമ്മതിക്കണം. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും എനിക്കൊന്ന് മരിച്ചാൽ മതി, എനിക്കൊന്ന് ചത്താൽ മതി, എനിക്കൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടോ? എത്രയോ പ്രാവശ്യം നാം ചിന്തിച്ചിട്ടുണ്ടോ, ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹിച്ച്, അങ്ങനെ ചിന്തിച്ച്, അതിനുവേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ എത്രയോ വ്യക്തികൾ ഈ സ്വരം കേൾക്കുന്നു. ഒരിക്കൽ 12 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തുക, ഏഞ്ചൽസ് ധ്യാനം. 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ധ്യാനം നടത്തുമ്പോൾ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു. ഒരിക്കലെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്താൻ പറഞ്ഞു. ചോദിക്കുന്നത് 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളോടാണ്. ഈ ചോദ്യം കേട്ടിട്ട് ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും കൈയുയർത്തുന്നില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് എനിക്കൊന്ന് ചത്താൽ മതി, എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്താൻ പറഞ്ഞു. ഒരൊറ്റ കുഞ്ഞുങ്ങളും കൈയുയർത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ കുഞ്ഞുങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് ചത്താൽ മതി, എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഞാനിത് ചോദിക്കുമ്പോൾ ഏറ്റവും മുന്നിലിരിക്കുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാനും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വലിയ അഭിമാനത്തോടെ പറയുകയാണ്, ഞാനും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നീ ആത്മഹത്യ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മമ്മി എന്നെ ഒത്തിരി വഴുക്ക് പറഞ്ഞു ഒരു ദിവസം. എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായി. ഞാൻ ഓടിച്ചെന്ന് അടുക്കള ചെന്ന് മണ്ണെണ്ണ എടുത്ത് കുടിച്ചു.
അവൻ വിചാരിച്ചത് മണ്ണെണ്ണ എടുത്ത് കുടിച്ച് അപ്പോൾ മരിക്കുമെന്നാണ്. ആ മണ്ണെണ്ണ തീർന്നല്ലാതെ അവൻ മരിച്ചില്ല. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു വന്നിരിക്കുകയാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എനിക്കൊന്ന് മരിച്ചാൽ മതി, ചത്താൽ മതി എന്ന് ചിന്തിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയെങ്കിൽ ഈ സ്വരം കേൾക്കുന്ന നമ്മൾ എത്രയോ പ്രാവശ്യം എനിക്കൊന്ന് മരിച്ചാൽ മതി, എനിക്കൊന്ന് ചത്ത് കിട്ടിയാൽ മതി, എനിക്കൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇങ്ങനെ ചിന്തിച്ച് അതിനെ ആഗ്രഹിച്ച് അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും ആത്മഹത്യാൻ വേണ്ടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുന്നിൽ അനുദപിക്കണം. ഒരു സത്യകുമ്പസാരത്തിൽ ഏറ്റുപറയണം, കർത്താവേ, ഞാൻ കൊലപാതകം എന്നൊരു പാപം ചെയ്യുവാൻ അത് കാരണമായി തീർന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കാരണമായി. ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. ദൈവസന്നിധിയിൽ സമ്മതിക്കണം, അനുദപിക്കണം. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ എവിടെയായിരിക്കും അവൻ്റെ അവസാനം? ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ നിത്യനരകത്തിലായിരിക്കും. കാരണം കൊലപാതകം എന്ന് പറയുന്നത് പാപമാണ്. പാപത്തിൻ്റെ അനന്തരഫലം, പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത്, 6ാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് നിത്യമായ നരകാഗ്നിയാണ്. അതായത് മനുഷ്യൻ്റെ പാപം അവനെ എത്തിക്കുന്നത് 2ാമത്തെ മരണമായ നിത്യനരകാഗ്നിയിലാണ്. 1ാമത്തെ മരണം ശാരീരികമായ മരണമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ശരീരത്തിലായിരിക്കുമ്പോൾ മരിക്കും. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിക്കുന്ന ഏതൊരു മനുഷ്യനും മരിക്കും. മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധിയിൽ പാപം ചെയ്തവൻ നിത്യമായ നരകാഗ്നിയിലേക്കും, പാപം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവൻ നയിക്കുന്ന യേശുക്രിസ്തുവിനോട് ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തി നിത്യമായ രക്ഷയിലേക്കും നിത്യജീവനിലേക്കും വേർതിരിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അന്ത്യം 2ാമത്തെ മരണമായ നിത്യ നരകാഗ്നിയായിരിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പിശാച് പ്രലോഭിപ്പിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. അതിനെ പറയുന്നു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനുമാണ്. പിശാച് ഒരു മനുഷ്യനുള്ളിലേക്ക് കടന്നു വരുന്നത് അവന് നിത്യമായ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിശാച് വന്ന് കയറിയാൽ ആദ്യം നൽകുന്ന ചിന്ത മരിക്കുവാനാണ്, ആത്മഹത്യ പ്രേരണയാണ്. പിശാചിൻ്റെ പ്രലോഭനമാണ് ആത്മഹത്യ പ്രേരണ. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പിശാച് കയറിയാൽ അവൻ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്നതിന് തെളിവുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. 2 തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് പരിശോധിക്കാം. 1ാമത്തെ തെളിവ്, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പിശാച് കയറിയാൽ ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്നതിന് തെളിവാണ് യൂദാസിൻ്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു. എപ്പോഴാണ്? കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ 12 ശിഷ്യന്മാർ അന്ത്യ അത്താഴ സമയത്ത് മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ അപ്പക്കഷ്ണം അവൻ വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന് കർത്താവിന് വചനം പറയുക. അവൻ അയോഗ്യതയോടെ കർത്താവിൻ്റെ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു പറഞ്ഞ് കർത്താവ് മുറിച്ചു നൽകിയ തൻ്റെ ശരീരവും തൻ്റെ രക്തവും സ്വീകരിച്ച ഉടനെ അവനിൽ സാത്താൻ പ്രവേശിച്ചു. അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു എന്ന കർത്താവിന് വചനം പറയുന്നു. സാത്താൻ പ്രവേശിച്ച യൂദാസിന് എന്താ സംഭവിച്ചത്? അവൻ കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ആ വ്യക്തിയുടെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചാൽ അവനെ സാത്താൻ കൊണ്ടുപോകുന്നത്, നയിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. പിശാച് ഒരു മനുഷ്യൻ പ്രവേശിച്ചാൽ ആ പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവനെ നശിപ്പിക്കുക, ഇവനെ ആത്മഹത്യയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. മറ്റൊരു തെളിവ്, ഗദർദേശത്ത് കർത്താവായ യേശുക്രിസ്തു എത്തിയപ്പോൾ കല്ലറയിൽ വസിക്കുന്ന ഒരു ഭൂതഗ്രസ്തൻ യേശുവിനെ എതിരേറ്റു. ഭൂതങ്ങൾ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ യേശുവിനെ ചോദിക്കുന്നുണ്ട്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നിരിക്കുന്ന എന്തിനാ? ഞങ്ങളെ പാതാളത്തിലേക്ക് പോകാൻ അനുവദിക്കരുതേ, ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ അനുവാദം കൊടുത്തു, അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് കൂട്ടി ചത്തു. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, ഈ പിശാചുക്കൾ അവർ അലറി നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ പാതാളത്തിലേക്ക് പോകാൻ അനുവദിക്കരുത്. പാതാളത്തിൽ എന്താണെന്ന് പിശാചിനറിയാം. പാതാളത്തിൽ തീയ, കത്തുന്ന തീപ്പൊയ്കയാണ്.
അതുകൊണ്ട് പിശാചുക്കൾ അലറി നിലവിളിച്ചോട് പറയുക, ഞങ്ങളെ പാതാളത്തിലേക്ക് പോകാൻ അനുവദിക്കരുതേ, ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം. കർത്താവ് അനുവാദം കൊടുത്തു, പന്നികളിലേക്ക് പോകാൻ അനുവാദം കൊടുത്തു. ഈ പിശാചുക്കൾ കൂട്ടമായിട്ട് 2000-ഓളം പന്നികൾ മേഞ്ഞിരുന്ന ആ പന്നിക്കൂട്ടത്തിലേക്ക് ഈ പിശാചുക്കൾ കയറി ചെന്നു. സംഭവിച്ചെന്താ? ഈ 2000 പന്നിയും പിശാച് കയറിയപ്പോൾ അവ ഓടിച്ചെന്ന് കടലിൽ ചാടി ചത്തു. നമ്മൾ തിരിച്ചറിയണം, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പിശാച് കയറിയാൽ ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കും. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്, പ്രലോഭനമാണ് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും എനിക്കൊന്ന് മരിച്ചാൽ മതി, എനിക്കൊന്ന് ചത്താൽ മതി, എനിക്കൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇങ്ങനെ ചിന്തിച്ച് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരുങ്ങി അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയാണെങ്കിൽ തിരിച്ചറിയുക, നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവേതാണ്, പരിശോധിക്കുക. അങ്ങനെ എപ്പോഴെങ്കിലും പിശാചിൻ്റെ പ്രലോഭനത്തെ അടിമപ്പെട്ട് ജീവിതത്തിൽ വന്ന ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, കഷ്ടതകൾ, ദാരിദ്ര്യം, ഇത് മനുഷ്യനെ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ കരമുണ്ട് എന്ന് തിരിച്ചറിയണം. എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെ ശ്രമിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ കരമുണ്ടെന്ന് തിരിച്ചറിയണം. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് കഷ്ടതയും ദുഃഖവും ദാരിദ്ര്യവും വേദനയും വരുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു സത്യം തിരിച്ചറിയണം. വചനം പറയുന്നു, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, യേശു പറയുക, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് ജീവൻ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ, സമൃദ്ധി നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ സാത്താൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് അവൻ നമ്മെ മരണത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. ഒരു മനുഷ്യനിലേക്ക് പിശാച് കടന്നു വരുന്നത് അവൻ്റെ ബന്ധങ്ങൾ അറുക്കാൻ വേണ്ടി, സ്നേഹബന്ധങ്ങൾ അറുക്കാൻ വേണ്ടി, ഭിന്നത നൽകാൻ വേണ്ടി, പ്രശ്നങ്ങൾ വിതയ്ക്കാൻ വേണ്ടിയാണ് പിശാച് നമ്മളിൽ കടന്നു വരുന്നത്. അറുപ്പാനും മുടിപ്പാനും, നമുക്കുള്ള ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി, വേണ്ടിയാണ് പിശാച് കടന്നു വരുന്നത്. വീണ്ടും നമ്മെ നിത്യമായ നാശത്തിലേക്ക്, നിത്യമായ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പിശാച് കടന്നു വരുന്നത്. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടതയെ പ്രതി, വേദനയെ പ്രതി, ദുഃഖത്തെ പ്രതി ഞാൻ എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ വന്ന നിരാശയെ പ്രതി ഞാൻ എപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ വന്ന കഷ്ടതയെ പ്രതി, ദാരിദ്ര്യത്തെ പ്രതി എപ്പോഴെങ്കിലും ഞാൻ മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ കരമുണ്ടെന്ന് തിരിച്ചറിയണം. ഇവിടെ നാം നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എനിക്കൊന്ന് ചത്താൽ മതി, മരിച്ചാൽ മതി ചിന്തിക്കുമ്പോൾ തിരിച്ചറിയുക, നീ പിശാചിൻ്റെ കരത്തിൻ്റെ കീഴിലാണ്. നിന്നെ നയിക്കുന്നത് പിശാച് നിത്യനരകത്തിലേക്കാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് എപ്പോഴെങ്കിലും ആത്മഹത്യന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അത് സത്യകുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ, ഞാൻ സ്വർഗത്തിനെതിരായി, അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എന്ന് സമ്മതിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം, നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമല്ല. നിങ്ങളെ തൻ്റെ രക്തത്താൽ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ക്രൂശിലെ മരണത്താൽ, അവൻ്റെ രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുക. ഈ സത്യം നാം തിരിച്ചറിയണം. എൻ്റെ ആത്മാവിൻ്റെ മേൽ, എൻ്റെ ശരീരത്തിൻ്റെ മേൽ എനിക്കധികാരമില്ല. എൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ എനിക്കധികാരമില്ല. എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ എനിക്കധികാരമില്ല. കാരണം ഇത് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ദൈവം വില കൊടുത്ത് വാങ്ങിയിരിക്കുക. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നിനക്ക് പകരമായി വിലയായി കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഈ നിൻ്റെ ശരീരത്തിൻ്റെ മേൽ നിനക്കും നിൻ്റെ ദൈവത്തിനും മാത്രമേ അധികാരമുള്ളൂ. ഈ ശരീരത്തെ നീ നശിപ്പിക്കാൻ പിശാചിനെ കൂട്ടുപിടിച്ചാൽ, വചനം പറയുന്നു, നിൻ്റെ ശരീരത്തിൻ്റെ മേൽ നിനക്കല്ല അധികാരം, ദൈവത്തിനാണ് അധികാരം. ദൈവം തൻ്റെ അവസാനത്തുള്ള രക്തവും, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവസാനത്തുള്ള രക്തവും വിലയായി കൊടുത്ത് നിന്നെ വീണ്ടെടുത്തിരിക്കുക, വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഈ ആത്മാവിൻ്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ നിനക്ക് അധികാരമില്ല എന്നൊരു സത്യം തിരിച്ചറിഞ്ഞ് ഈ ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനെ അനുദപിക്കുക, മാപ്പ് ചോദിക്കുക. എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ അതിന് ചിന്തിക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാപ്പ് ചോദിക്കുക.
മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ദൈവസന്നിധി മാപ്പ് ചോദിക്കണം. ഞാൻ മുഖാന്തരം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്ക് മൂലം, എൻ്റെ പ്രവൃത്തി മൂലം, ഞാൻ മൂലം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ അങ്ങനെ പരാജയപ്പെട്ടു പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കാരണം ഞാനായിത്തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധി അനുദപിക്കുക. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് മരണത്തിലേക്ക് നയിക്കുന്ന വാക്കുകളാണെങ്കിൽ, മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ആത്മഹത്യയിലേക്ക് പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ്, സംസാരമാണ് എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതെങ്കിൽ അനുദപിക്കുക. ഞാൻ മൂലം, എൻ്റെ വാക്കുകൾ മൂലം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അത് വേദനയായി, മുറിവായി, ആ വ്യക്തി മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, മാപ്പ് ചോദിക്കുക. ആത്മഹത്യ പാപമാണ്. ആത്മഹത്യ ശ്രമം കൊലപാതക തുല്യമായ പാപമാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ആലയമായ, ദൈവത്തിൻ്റെ കരം കൊണ്ട് ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ഈ ശരീരം ഞാൻ എപ്പോഴെങ്കിലും പിശാചിന് അടിയറ വെച്ചിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെ ശ്രമിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, മാപ്പ് ചോദിക്കുക. വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. പരിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയം പിശാചിന് വിട്ടുകൊടുത്ത് പിശാചിൻ്റെ ആലയമായി മാറിയിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ നോക്കി പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചിന്തിക്കുകയോ ശ്രമിക്കുകയോ അതിന് പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരം പിശാചിൻ്റെ ആലയമാക്കി മാറ്റുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, മാപ്പ് ചോദിക്കുക. ഒരു സത്യകുംഭസാരത്തിൽ ഏറ്റുപറയുക, കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ചില സംസാരം മൂലം, പ്രവൃത്തി മൂലം മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ ഞാനൊരു കാരണമായിട്ടുണ്ട്. കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നാം ദൈവസന്നിധിയിൽ അനുദപിക്കുന്നുവെങ്കിൽ, നാം ചെയ്തു പോയ പാപം കർത്താവ് ക്ഷമിച്ച് നാമെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. കർത്താവിൻ്റെ വചനം പറയുന്നു, കൊലപാതകം ചെയ്യരുത്. കൊലപാതകമായ പ്രവൃത്തിയാണ് ആത്മഹത്യയെങ്കിൽ. എപ്പോഴെങ്കിലും ആത്മഹത്യയോട് ചിന്തിക്കുകയോ അതിനെ ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുദപിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. പരിശുദ്ധനായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകൾ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ശരീരത്തെ, ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുക. ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവം ഞങ്ങളിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരം പാപത്തിന് വിട്ടുകൊടുത്തു, പിശാചിന് വിട്ടുകൊടുത്തു. കർത്താവേ, മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. ജീവിതത്തിൽ ചില കഷ്ടതകൾ വന്നപ്പോൾ, ദാരിദ്ര്യം വന്നപ്പോൾ, ജീവിതത്തിൽ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നപ്പോൾ, ചില രോഗങ്ങൾ വന്നപ്പോൾ, ഒന്ന് മരിച്ചാൽ മതി, ഒന്ന് ചത്താൽ മതി എന്ന് ചിന്തിച്ച് പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു പോയിട്ടുണ്ട്. കർത്താവെ, ക്ഷമിക്കണമേ, പൊറുക്കണമേ. പിതാവിന്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യന് വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ, അവർക്ക് അനുതാപ ഹൃദയം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ പാപബോധം നൽകണമേ, പശ്ചാത്താപം നൽകണമേ, പാപമോചനം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരം പിശാചിൻ്റെ ആലയമായി മരണത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണമേ, പൊറുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ സ്വരം കേൾക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവ് അനുതാപ ഹൃദയം നൽകി വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള തിരിച്ചറിവോടെ ഈ ശരീരം എനിക്ക് സ്വന്തമല്ല, ദൈവം വില കൊടുത്തു വാങ്ങിയ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായി ഈ ശരീരത്തെ സൂക്ഷിക്കുവാൻ, കർത്താവെ, നിന്നെ ശരീരത്തിൽ സ്വീകരിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം, ഈ ശരീരം കൊണ്ട് കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ സ്വരം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ രാത്രി ആരെങ്കിലും ആത്മഹത്യ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ മേൽ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. ഈ ചെറിയവിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ആ വചനത്തിൻ്റെ നിവൃത്തിയാൽ ഒരു വ്യക്തി പോലും ആത്മഹത്യ മൂലം നശിച്ച് നരകത്തിൽ പോകാൻ നീ അനുവദിക്കരുത്. കർത്താവേ, നിത്യരക്ഷ നൽകണം, നിത്യജീവൻ നൽകണം. പിതാവിന്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം പാപബോധവും പശ്ചാത്താപവും നൽകി നിത്യരക്ഷയിലേക്ക് നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ സമയം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അനുതാപ ഹൃദയം നൽകി, പശ്ചാത്താപം നൽകി, പരിശുദ്ധാത്മാവിനാൽ പുതുജീവൻ നയിക്കുവാൻ നീ
നിത്യരക്ഷ അനുഭവിക്കുവാൻ പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതകളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വം എടുത്തിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.